ഒരു ചോദ്യം എനിക്ക് മുമ്പ് ചോദിച്ചു, ഈ ആർട്ടിസ്റ്റുകൾ വരെ മേക്ക് ഓവർ വരുന്നോണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പൊ തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങ് മനസ്സിലാകുന്നു, സംസാരിക്കുന്നു. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ ചേട്ടൻ വന്നു, അയ്യോ എൻ്റെ ഭാര്യ നിങ്ങളെന്ന് വെച്ചാൽ മരിക്കും, എൻ്റെ പൊന്നെ എന്ത് കോമഡി, നിങ്ങൾ കോമഡി അതാന്ന് പറഞ്ഞു പുള്ളി ഇന്ന് സംസാരിച്ചിട്ടേ പോകാൻ നേരത്തെ ഇവിടെ ശരി പ്രദീപ് പള്ളിരുത്തിന്ന് പ്രദീപ് ഏട്ടനാന്നും പറഞ്ഞോണ്ടാ ഈ പുള്ളി ഇത്ര നേരം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പേര് ഇപ്പൊ എന്നെ കാണുമ്പോ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു ഫോട്ടോ എടുക്കാം, പിഷാരോട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആൾക്കാരുണ്ട്. പിഷാരോട് ആണെങ്കിൽ അവൻ തൃപ്പൂണിത്തുറയിലുണ്ട്, അവൻ്റെ കൂടെ പോയി ഫോട്ടോ കറക്റ്റായിട്ട് പേര് പറയില്ല. ധനഞ്ജയൻ, അമൃതാഞ്ജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പേരുകൾ പറയും. നമ്മുടെ പേര് കറക്റ്റായിട്ട് പറയില്ല. എന്റെ പണ്ട് തുടങ്ങിയ എന്റെ സ്കൂളിലെ ടീച്ചർമാരെ പറയൂല. ഞാൻ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ആരാണ് ഈ പേര്? ധർമ്മരാജൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കുക. ലോഡിങ്ങുകാരന്റെ പോലെ. ഞാനാണെങ്കിൽ ചെറുതാ ധർമ്മരാജൻ എന്നൊക്കെ പറഞ്ഞു. ധർമ്മരാജൻ എന്നൊക്കെ പറയും. ബാക്കിയുള്ളവർക്ക് ചെറിയ ചെറിയ പേരാ, സോബിത്തലിയും മറ്റേത് പുറത്തത് അങ്ങനെയുള്ള പേരുള്ള ടൈമിന് ധർമ്മരാജൻ, ധർമ്മജൻ എന്നാ എന്റെ പേര്. ധർമ്മരാജനെ വിളിക്കുള്ളൂ ടീച്ചർമാര്. അവർക്കൊന്നും മര്യാദക്ക് അതിൽ നോക്കിയിട്ട് വിളിക്കൂല അവര് ധർമ്മജൻ എന്നുള്ളത്. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ അന്ന് എൻ്റെ അച്ഛനെ ഞാൻ മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുണ്ട്. ഇത്ര വലിയ പേര് ഇത്ര കൊച്ചു ചേർക്കണായിട്ടുള്ള എനിക്ക് ഇട്ടെത്താന്നു. അല്ല പിന്നെ വലുതായപ്പോ നമ്മള് ആർട്ടിസ്റ്റ് കഴിഞ്ഞപ്പോ ആർക്കും ഇല്ലാത്തൊരു പേര് ധർമ്മജൻ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മുളകാട് എന്നുള്ള സ്ഥലത്താണ്, പഞ്ചായത്തില്. മുളകാട് പഞ്ചായത്ത് ആക്കണ ബോൾക്കാട്ടി അങ്ങോട്ട് തെക്കേറ്റത്തൊരു സ്ഥലമാണ്. അപ്പൊ ഈ വിളിക്കുമ്പോഴേ അടുത്ത വരുന്നു ധർമ്മജൻ മുളകാട്, അത് പഞ്ചില്ല. അപ്പൊ ഞാൻ അതിനൊരു പഞ്ചിണ്ടാൻ വേണ്ടി ധർമ്മജൻ ബോൾക്കാട്ടി അടിപൊളി ഉറപ്പിച്ച് അങ്ങനെ ധർമ്മജൻ ബോൾക്കാട്ടി ആയതാണ്. എന്റെ നാട് തന്നെയാണ്, പക്ഷെ അതൊക്കെ ഏറ്റവും ഞാൻ പഞ്ചായത്ത് കടമെടുത്തു പുള്ളി അങ്ങനെ ഇട്ടാണ് പഞ്ചിന് വേണ്ടി. അത് ക്ലിക്കായി. അപ്പൊ ഇപ്പൊ ആൾക്കാര് ഈ മുളകുപാടുന്ന് ചില ആൾക്കാര് പുറത്തൊക്കെ പണിക്ക് പോവല്ല, വെൽപ്പണി അതൊക്കെ ഇട്ട് പോണ ആൾക്കാരുണ്ടല്ലോ. എവിടെയാണ്? ബോൾഗാട്ടിനാണ്. ധർമ്മന്റെ അവനൊക്കെ നമ്മുടെ കൂട്ടുകാരാ. അങ്ങനെ അതൊരു ഇതായി പറയാ ഇല്ലട്ടെ, നുണവർത്തിയല്ല പറഞ്ഞ മുളകുകടാന്ന് പറഞ്ഞാല് ചിലപ്പോ എനിക്ക് ഇത്രക്ക് ഇത് കിട്ടൂല. ബോൾഗാട്ടി എന്ന് പറഞ്ഞാല് പിന്നെ ബോൾഗാട്ടി ചെയ്യാനല്ലോ. ബോൾഗാട്ടി പലസ് കഴിഞ്ഞാൽ പിന്നെ ബോൾഗാട്ടി ചെയ്യാൻ. അപ്പൊ ധർമ്മൻ മോട്ടറിന്റെ വീടിന്റെ അവിടെ കളിക്കാന്ന് ചേർത്ത് അങ്ങനെയൊക്കെയാണ് വലിയ. അപ്പൊ നമ്മുടെ അങ്ങനെയല്ല നിസ്സാരമായിട്ട് നമ്മുടെ കൂടെയൊക്കെ കയറി അങ്ങനെയൊക്കെയാണ് നമ്മളെ ധർമ്മജൻ ബോൾ പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട സംഭവം.